നിങ്ങളുടെ കോംബോ എല്ലാം സക്സസ് ആയിരുന്നു. അലക്സ് പോൾ, വയലാർ. എന്താണെന്നറിയില്ല. അത് ലാലേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കണം, ഈ നന്നായിട്ട് ഇണങ്ങി വരുന്നവരെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയാണത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിരിയുകയാണെങ്കിലും പിണങ്ങി പിരിയരുത്. അങ്ങനെ അവസ്ഥ ഉണ്ടാക്കരുത് ഞങ്ങളുടെ ആദ്യമേ പറയുമായിരുന്നു. കാര്യം നല്ലതായിട്ട് ഒരു ജോഡി വന്നാൽ എങ്ങനെ വിള്ളലുണ്ടാക്കാം, അത് സ്വാഭാവികമാണ്. അതിൻ്റെ കാര്യമില്ല, ഇത് എല്ലാ മേഖലയിലും ആണല്ലേ, അത് ഇതിനകത്ത് ഉണ്ടാകാം. കാര്യം ഈ പറഞ്ഞ ഇതൊരു അസൂയ നമുക്ക് കിട്ടുന്നൊരു മേഖലയാണ്. ഒരേ സമയത്ത് അത്യാവശ്യം ഇപ്പോൾ ഒരു മാസം ഞാനൊക്കെ ആദ്യം പടത്തിന് പാട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മാസം പോയി ജോലി ചെയ്താൽ കഷ്ടപ്പെട്ട് ഓവർ ടൈം ഒക്കെ ഉൾപ്പെടെ ചിലപ്പോൾ കിട്ടുന്ന പൈസയുടെ ഒരു 2 ഇരട്ടിയൊക്കെ ചിലപ്പോൾ 4 ദിവസം കൊണ്ട് കിട്ടും. ഞാൻ ആ പീരീഡ് പറയും. മറ്റേത് ഒരു മാസത്തെ അല്ലലാണ്, ഭയങ്കര ദുഃഖത്തിലാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്തത്. അതിനേക്കാൾ ഈ 10 ചിലപ്പോൾ 4-5 ദിവസം, ചിലപ്പോൾ 10 ദിവസത്തിന് അതിൻ്റെ ഇത് കിട്ടുമ്പം ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ മാസം പാട്ടത് തന്നെ. കാര്യം നമ്മൾ ഒരു മാസം അലഞ്ഞതിൻ്റെ ഇരട്ടി പൈസ 5 ദിവസം കൊണ്ട് കിട്ടി. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കിട്ടില്ലേ, നമുക്ക് 20-25 ദിവസം നമുക്ക് വെറുതെ ഇരിക്കാം എന്ന് പറയുന്നൊരു നിഷ്കളങ്കത ഉണ്ടായതോടെ. ഇപ്പം ഇതിനങ്ങനെ ഒരു ഇതുണ്ട്, പണവും നമുക്ക് കിട്ടും, പേരും കിട്ടും. പക്ഷേ എഴുതാൻ പറ്റാത്ത നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും എന്തുകൊണ്ടും എഴുതാൻ കഴിയുന്നവർ അവരുടെ കഴിവിനെ അങ്ങ് ഇപ്പോൾ കവി എന്നൊരവസ്ഥയുണ്ടല്ലോ. കവിക്ക് ഇപ്പോൾ വയലാറിനെ കുറിച്ചൊന്നും ഉണ്ടാകുന്നൊരു പരാതി അതായിരുന്നല്ലോ. വയലാർ കാവ്യലോകം വിട്ടിട്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളതാണ്. പാട്ടെഴുത്തുകാരൻ എന്നുള്ളൊരു തരംതാണ കാറ്റഗറിയിലേക്ക് വയലാറിനെ എഴുതി തള്ളി. അപ്പോൾ കവികൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു തലത്തിൽ നിൽക്കുന്നവർ, അവർ കുറേ കൂടെ ഭാഷയും അല്ലെങ്കിൽ എന്തിനേയും സീരിയസ് ആയിട്ട് കാണുന്നവരാണ്. സിനിമയിലൊക്കെ അങ്ങനെ സീരിയസ് ആണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പം ഓപ്ഷൻസ് കണ്ടുവയ്ക്കണം, വാക്കുകൾ. ചിലപ്പോൾ ആ വാക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വാക്കായിരിക്കും, അപ്പോൾ അതിന് കാര്യമില്ല. പക്ഷേ അതേപോലെ നല്ല വാക്ക് മനസ്സിലായിട്ട് മീറ്റിലൊന്നും കണ്ടുപോകുന്ന ദുരന്തമുണ്ടല്ലോ, അതും ഒരു ദുരന്തമാണ്. അത് എനിക്ക് ഏറ്റവും അധികം സഹായകരമായത് മലയാളം അറിയാത്ത 2 പേരാണ്, വിദ്യാസാഗർ സാറും ഇളയരാജ സാറും. രാജാ സാറ് ബേസിക്കലി ഒരു എഴുത്തുകാരൻ കൂടെയാണ്, ഒരു കവിയാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 ഞങ്ങൾ 5 പടം ചെയ്യുന്നു സാറുമായിട്ട്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ മീറ്ററിങ്ങിൻ്റെ പ്രശ്നം വരും, ഉണ്ടാകുമല്ലോ പാടി വരുമ്പം. അപ്പം ചിലപ്പോൾ 1-2 സ്ഥലത്ത് വന്നിട്ടുണ്ട് ചില വാക്ക് പാരവപാടുന്ന ദൂരയിലേക്ക് ഉണ്ടായിരുന്നു ചെയ്തപ്പോൾ ആ വാക്ക് മാറ്റേണ്ട സ്ഥലത്ത് ഞാൻ അവിടെ ട്യൂൺ ചെയ്തോളാം. ഇത് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. നമ്മുടെ ഭാഷയെ അന്യഭാഷക്കാരൻ തൊഴുന്നതിന് തുല്യമാണ്. അപ്പം അതിന് നമ്മൾ കാരണക്കാരായെന്നുള്ള സുഖമുണ്ടല്ലോ. അപ്പം ഭാഷയെ വേറെ ആൾ മാനിക്കപ്പെടാൻ എൻ്റെ ഒരു വാക്കിന് സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് ഞാൻ കൊടുക്കുന്ന ചെറിയതാണെങ്കിലും കൊടുക്കുന്നൊരു മാന്യതയുണ്ടല്ലോ, അത് സന്തോഷമാണ്. പക്ഷേ അതേപോലെ മറിച്ചുകൊണ്ട് ഭാഷ അറിയാൻ അതൊന്നും മനസ്സിലാകണില്ല ചേട്ടാ എന്ന് പറയുന്നവരുമുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ ചില സൗണ്ടിങ് രീതിയാണ് ഇപ്പോൾ, സൗണ്ടിങ് വേർഡ്സ് എന്ന് പറയും. പണ്ട് കാലത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്നലെ ഉണ്ടായിരുന്നു. കാര്യം അനുനാസികം മലയാളത്തിന് വളരെ പ്രാധാന്യം, സംഗീതത്തിന് ഇതിങ്ങനെയുള്ള സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ പാടാൻ സുഖം എന്നൊക്കെ വരുമ്പോഴാണ് കുഴപ്പം, പ്രശ്നമാണ്, പഠിത്തം വരണത്. പക്ഷെ അവർ പറയുന്നത് തെറ്റില്ല. അപ്പം പക്ഷെ വേറൊരു ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ ഇത് മുഴുവൻ അനുഭവിക്കുന്നത് ഈ എഴുത്തുകാരനാണ്. ഇപ്പോൾ സംഗീതത്തിന് സൗണ്ടിങ് വാക്ക് കിട്ടിയില്ല, പക്ഷേ മീറ്റർ ഒപ്പിച്ച് നമ്മളൊരു പാട്ട് എഴുതി ഒരു ഇമേജ് ഉണ്ടാക്കണം, അതിനകത്ത് ചിത്രം ഉണ്ടാക്കണമല്ലോ പാട്ടിന്, ഇത് കൊടുക്കുകയും വേണം. അത് എഴുതിയെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടില്ല, അതൊക്കെ കഴിഞ്ഞ് കാശൊക്കെ മേടിച്ച് സ്വത്തടിക്കുമ്പോഴേ ചേട്ടാ പാട്ടുകാരന് വരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ. അദ്ദേഹത്തിന് വരാത്തത് നമ്മുടെ കുഴപ്പമാണ്, അദ്ദേഹത്തിന് പാടണം. ഒരു ഗായകൻ നിലയ്ക്ക് എല്ലാ അക്ഷരവും പറയാനുള്ളൊരു അതോടെ ഞാൻ പറഞ്ഞു, അതും ഒന്നും കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. കാലഘട്ടം മലയാളത്തിനെ പുറകോട്ട് വെച്ച് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബഭാന്ന് എത്ര പേര് പറയും, ഭരണി പറയുന്നത് ഭരണിയാണ് കേൾക്കുന്നത്, ഭയങ്കരം, വളരെ കുറച്ച് പേര് ഭയങ്കരം ഒക്കെ ബായായിട്ട് മാറുക. അപ്പോൾ അവിടെയും നമ്മൾ ഇത് അനുഭവിക്കണം. അവിടെ വരെ നമ്മൾ എന്നാൽ അറിയപ്പെടും. ഒരു പാട്ടിൻ്റെ 100 ദിവസം ആഘോഷിച്ചൊരു പരസ്യം വരുമ്പം പാട്ടെഴുത്തുകാരൻ്റെ പേര് കാണില്ല, സംഗീത സംവിധായകനും ഗായകൻ്റെയും പേര് എല്ലാവരും എടുക്കും. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഈ സാധനം വരികളില്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും എന്താ പ്രസക്തി ഞാൻ ആലോചിക്കണം. ഷഹബാസമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ
നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത വേറെ വോയിസ് ഉണ്ട്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, മണവാട്ടിയായ വര മഞ്ജുളാങ്കിയുടെ സ്വന്തമായ നിമിഷം എന്നുള്ള ശരത്തേട്ടൻ്റെ വരികൾ പാടുമ്പോൾ ഉണ്ടല്ലോ, ആ മഞ്ജുളാങ്കിയൊക്കെ ഭാവഗായി എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ചേരുന്നൊരു മനുഷ്യൻ. അത് സ്റ്റേജിലൊക്കെ വന്നിട്ട് അതിന് വേറൊരു പാടുമ്പോഴേ വേറൊരു സ്ഥലം കൂടെ ദാസേട്ടനൊക്കെ ചെയ്യും കേട്ടോ. ആഴിയലയാഴി എന്നുള്ള പാട്ട് ദത്തുപുത്രനല്ലേ, സുനാമി വന്നു സിനിമാ താരങ്ങൾ, സിനിമ ലോകം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇന്ന് ഗാനങ്ങൾ നടത്തി. അന്ന് ആഴിയലയാഴി അപാരതേ നിൻ ആ വിജനതയ്ക്ക് വേറൊരു സാധനം കൊടുത്തു. അന്ന് സിനിമയ്ക്ക് വേണ്ടി അപാരതയിൽ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാൻ ആ പതിയൻ. പക്ഷെ അന്ന് പാടിയപ്പം ആ വിജനതയിലൊരു ചെറിയ വേദന ചേർത്തത്. ഭാഷ അറിയാവുന്നവൻ പറയുമ്പോൾ അതല്ലേ ഭാഷയോട് ജയചന്ദ്രനൊക്കെ ആണല്ലോ ഏറ്റവും ഭാഷ അറിയാം, വാക്കറിയാം. ആ വാക്ക് അതൊക്കെ ഒതുക്കുന്നിടത്തൊക്കെ ഒതുക്കുന്ന കണ്ടില്ലേ, നല്ല രസമാണത്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, ആ മാരനുണ്ടല്ലോ അവർ എന്തൊക്കെ അവന് ബാക്കി വല്ലതും കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തേച്ച് മിനിക്ക് അവനെ വിളിക്കലാക്കും. അതൊരു ഭാഗ്യമല്ലേ, ഒരു വാക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതന്നെ അവിടെ ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ നിലനിന്ന് പോകുന്നത്. എഴുതി വെച്ചത് എന്നേക്കാൾ ഇപ്പം നേരത്തെ പറഞ്ഞാൽ എഴുതി വെച്ചതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമുണ്ടത് എന്ന് ഒരാൾ പാടിയും സംഗീതം ചെയ്തും പറഞ്ഞും കേൾക്കുമ്പം ഒരു എഴുത്തുകാരന് കിട്ടുന്നൊരു അംഗീകാരമുണ്ട്. അത് വലുതല്ലേ. സത്യത്തിൽ രവീന്ദ്രൻ മാഷിൻ്റെ അതൊരു ബ്രേക്ക് ആയിരുന്നില്ലേ ശരിക്കും? മിഴി രണ്ടിലും ഒരു അതായിരുന്നു ശരിക്കും. എനിക്ക് അതിന് മുമ്പ് എൻ്റെ പൊന്നു തമ്പുരാൻ ആദ്യം ചെയ്തിട്ടെങ്കിൽ കൂടി ആ പടം ഹിറ്റായില്ലല്ലോ. ദേവരാജമാഷാണ്, ദേവരാജമാഷ കയ്യിലാണ് നമ്മൾ വീണത് തന്നെ. അതെ, അതൊരു ഭയങ്കര അത് വേറൊരു അത് ഭാഗ്യല്ലേ അവിടെ തന്നെ പോയി വീഴാൻ. അവിടുന്ന് അവിടുന്ന് കിട്ടിയ ചില അതുണ്ട്, അത് വളരെ ശരിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈണം മൂളിയിട്ട് വാക്കന്വേഷിക്കുന്ന ഗതികേട് ഉണ്ടാകരുതിന്. ഈണം വരുന്ന കൂട്ടത്തിൽ അവൻ്റെ നാക്കത്ത് ആ വാക്കം വരണം. അവിടെയാണ് ഗാനരചയിതാവിൻ്റെ വിജയം. അല്ലാണ്ട് നമ്മളിരിക്കുകയാണ് ശംഖുപുഷ്പം കൊണ്ട് എഴുതുമ്പോൾ ഞാൻ 6 തവണ മൂളിയിട്ടും വാക്ക് കിട്ടിയില്ലെങ്കിൽ നീ പരാജയകൂടാ. അല്ല ആദ്യത്തെ വാക്ക് എപ്പോഴും ക്യാച്ച് ചെയ്യാൻ ഹുക്ക് ലൈൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു വാക്കാണ്. അതെ അതെ അതെ. മിഴി രണ്ടിലും തന്നെ എന്തിനായി നിൻ ഇടം കണ്ണിൻ തടം തുടിച്ചു എന്ന് പറയുന്ന പാട്ടല്ലേ, വരികളൊന്ന് പറയോ? എന്തിനായി ഇടം കണ്ണിന് തടം തുടിച്ചു, പെണ്ണുങ്ങൾക്ക് ഇടത്തെ കണ്ണ് തുടിക്കുന്നതല്ലാന്ന് പഴയ വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാര്യം വരുന്നു. കല്യാണപ്രായം ആയ കുട്ടിയാകുമ്പോഴത്തേ ഒരു കല്യാണമായിരിക്കും വരുന്നത്. അപ്പോൾ സ്വാഭാവികം നാണം വരുമല്ലോ. എന്തിനാ നീ വലം കയ്യാൽ മുഖം മറിച്ചു പഞ്ചപാളൻ എഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി സമയമായി. അതാണ് അത് വന്നത്. ആ കിളി ചൊല്ലിയത് കൊണ്ടാണ് എല്ലാം അറിയുന്ന പ്രായമായില്ല, ഇനി മിന്നും പൊന്നും അണിയുവാൻ കാലമായില്ല. അത് തന്നെ ആ സിറ്റുവേഷൻ അത് തന്നെ രഞ്ജിത്തിൻ്റെ. അത് ഈ പറഞ്ഞ മറ്റൊരു ഈ വാക്കിനെ കണ്ടു കഴിഞ്ഞാൽ എഴുത്തുകാരനെ പ്രണയിക്കുന്ന ആളാണ്. വാക്ക് കണ്ടിട്ട് എഴുത്തുകാരനെ പ്രണയിക്കുന്നൊരു അല്ല, അങ്ങനെ കുറേ എനിക്ക് ഒത്തിരി പേര് അങ്ങനത്തെ സത്യനന്ദിക്കാട്, കമൽ സാറ്, ഇങ്ങനെ പറഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അവർ കാണുന്നതിനോട് അവർ നോക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പം നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഒരുക്കി നിർത്തുമ്പോൾ ഒരു പിതാവിന് കിട്ടുന്ന സുഖമുണ്ട് അതുപോലെ. പക്ഷേ ഞാൻ വിഷമിച്ചു പോയത് അനുരാഗവിലോചന എഴുതുമ്പോഴാണ്. ലാൽ ജോസ് പറഞ്ഞു എല്ലാ സിനിമയിലും ഞാനായിരുന്നു ഭരണാധികാരി കേട്ടോ, പാട്ട് ചെയ്ത് ഞാനല്ല MD സാറായിരിക്കും. വളരെ പിശുക്കനാണല്ലോ ചിരിക്കാൻ. ചിരി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അനങ്ങിയാൽ ചിരിച്ചൊന്നും അതിൻ്റെ അർത്ഥം. അപ്പം എനിക്കാണെങ്കിൽ ഇരുന്ന് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടിന് വലിയ ഹോട്ടലിലേക്ക് മുറിയെടുത്ത് എഴുതാൻ പറ്റാഞ്ഞിട്ട് ലോഹിസാറൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത സീൻ എഴുതാനായിട്ട് കൺട്രോളറുടെ അസിസ്റ്റൻ്റ് വരുമ്പോൾ പുള്ളിയെ കാണുന്ന മുറിയിൽ നോക്കിയപ്പോൾ കട്ടിലിനടിയിൽ നിന്ന് എഴുതും. പ്രൈവസിക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നൊരു പിരിമുറുക്കും. ഞാൻ അവസാനം ഈ പാട്ട് എഴുതിയിരുന്ന് കുളിമുറി കയറിയിരുന്നു. എനിക്ക് ആരുമില്ല, ഒരു ശല്യമില്ല, പക്ഷേ എനിക്ക് പ്രൈവസി പോരാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അനിൽ പരശുരാൻ്റെ ഏറ്റവും വലിയ ഗുണം, ഗിരീഷിനൊക്കെ ഗുണമുണ്ട്, എനിക്കതില്ല കേട്ടോ. അവർക്ക് എത്ര തിരക്കും വിവേകാനന്ദൻ്റെ ജാതിയാണ്. ചുറ്റും അല മുറയിടുന്ന തിരമാലകൾക്ക് നടുവിലും ധ്യാനിച്ച് നിൽക്കാൻ വിവേകാനന്ദന് കഴിയും. അവരൊക്കെ ആ ഗണത്തിൽപ്പെട്ടത്. എനിക്കതില്ല. എനിക്ക് ചെറിയ വശ വരെ എന്നെ വല്ലാണ്ട് അലട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രൈവസി പോരാഞ്ഞിരിക്കാൻ കുളിമുറിക്കകത്ത് വരുന്ന എഴുതിയത്. എന്നിട്ട് പിറ്റേ ദിവസം ഇറച്ചി പിടിച്ചാലേ ചെല്ലുന്നത്. കാര്യം വൈസ് ചാൻസലർ മറ്റതാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കി ആ കണ്ണാടയുടെ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ മേടിച്ചു ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഇതിരിപ്പുണ്ട്, ദിനേശ് വീട് ഈ വശത്തിരിപ്പുണ്ട്. ഞാനിവിടെ നിൽക്കുന്നു, ഈ കയ്യിൽ ഇങ്ങനെ നോക്കുന്നു. നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബീഡി വിറച്ചു.
വീടിഞ്ഞാൽ ചാരം താഴെ. ബീഡി വിറക്കിയെന്ന് വെച്ചാൽ ചിരിച്ചു എന്നാണ് അർത്ഥം. ഇങ്ങനെ ഇരുന്ന് ചുണ്ട് ഇങ്ങനെ നീണ്ടു, അതാണ് ബീഡി വിറച്ചത്. ആ ചിരി ചാരം താഴെ വീണപ്പോൾ നമ്മൾ ചാരമാകില്ല എന്ന് മനസ്സിലായി. അത് വലിയൊരു സംഭവമല്ലേ? സാറ് നോക്കി വിലയിരുത്താൻ അവനവനെ വിലയിരുത്തി എന്നുവെച്ചാൽ ആ ഒരു ചിരിയുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത്. ആ ചാരം താഴെ വീണതായിരുന്നു നമുക്ക് ലഭിച്ച ആധാർ കാർഡ്. അതേപോലെ തന്നെയാണ് അച്ഛൻ്റെ മകനായിട്ട് വരുമ്പോൾ എഴുത്തിനെ സംബന്ധിച്ച് എല്ലാവരും എക്സ്പെക്റ്റേഷൻസ് വെക്കും. അപ്പോൾ ഒരു കവിയെ തന്നെ അതിനകത്ത് പ്രതീക്ഷിക്കും. ആ കവിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കവിയെയാണ് നമ്മൾ ആദ്യം തേടുക. ഇത് എവിടെയെങ്കിലും ഭാരമായിട്ട് വന്നിട്ടുണ്ടോ? അത് സ്വയം തന്നെ? കാര്യം എനിക്ക് തന്നെ അറിയാമല്ലോ വയലാർ ആരാണെന്നും ഞാൻ ആരാണെന്നും. അതെന്നെ കൃത്യമായി എൻ്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. വയലാറിന് കിട്ടുന്ന സ്വീകരണം നിനക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഒരിക്കലും പാടില്ല. കാര്യം അത്രമാത്രം ആ സ്ഥാനത്തിരിക്കുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് താരതമ്യം ചെയ്യില്ല. ഞാനതുകൊണ്ട് തന്നെയാണ് കൊച്ചു വയലാർ എന്ന് തന്നെ പേരാക്കുക എന്ന് വെച്ചിട്ട് എന്നെ ആദ്യമേ രാജാസാറിൻ്റെ പടം എഴുതാൻ, വിനോദയാത്ര എഴുതാനായിട്ട് സത്യഞ്ചേട്ടൻ ചെന്ന് പരിചയപ്പെടുന്നത്. ഇത് വയലാറിൻ്റെ മകനാണ് രാജസാറിന്. ഓ ചിന്ന വയലാർ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നല്ല പേരല്ലേ കൊച്ചു വയലാർ. എത്ര നമ്മുടെ തലയിലെടുത്ത് നല്ലതാണ്, സാഹചര്യ അനുകൂലമാണ്, നമ്മളങ്ങ് ലോകം മുഴുവൻ അറിയുമ്പോഴും പേര് ഒരു വയലാറിൻ്റെ കൊച്ചായിട്ടിരിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ എനിക്കെപ്പോഴും അത് കൃത്യമായി അറിയാം. അത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അത് അറിഞ്ഞ വഴി വേറെ, ഞാൻ അറിഞ്ഞ വഴി വേറെ, അനുഭവം അത് വേറെ, എൻ്റെ അനുഭവം വേറെ, അപ്പം അദ്ദേഹത്തിൻ്റെ വായന വേറെ, എൻ്റെ വായന വേറെ, അല്ലാതെ. പക്ഷേ ആൾക്കാർ അത് പ്രതീക്ഷിക്കുന്നതിൻ്റെ കുഴപ്പമില്ല. നമ്മൾ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കുക. ഇപ്പോൾ ആദ്യം തന്നെ പൊന്നുതമ്പുരാഴപ്പോഴേ പറഞ്ഞു, ഇത് വയലാർ അന്ന് മാറ്റി വെച്ചിരുന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഘമാസമൊക്കെ എഴുതിയപ്പോഴേ അത് വയലാറിൻ്റെ ചുരുട്ടിക്കളഞ്ഞ ഏതോ സാധനം എടുത്ത് വിളിച്ചു തന്നു. പക്ഷെ അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിച്ചു. അവരെ പറയിപ്പിക്കുന്നില്ല, അവർ തന്നെ പറഞ്ഞു. അന്നങ്ങനെ പിന്നെ ഞാൻ പല സ്ഥലത്തും രഹസ്യമായി പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് അതിൽ സങ്കടമുണ്ട് ശരത്തെ. അതെ, ആ ജീവിച്ചിരിപ്പില്ല പറഞ്ഞാൽ എന്നെ പറയേണ്ട കാര്യമില്ല. അപ്പം അതങ്ങനെ അത് കഴിഞ്ഞു. അപ്പം എന്നുവെച്ചാൽ എന്തൊക്കെയോ ഒരു അനുഗ്രഹത്തിൻ്റെ തലം. അച്ഛനാണെങ്കിൽ ആഗ്രഹമില്ലായിരുന്നില്ല എൻ്റെ സിനിമയിലേക്ക് വിടാൻ. അതേ പറയുമായിരുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷേ കറങ്ങി തിരിഞ്ഞ് പറഞ്ഞ എല്ലാ ജോലിയും ചെയ്ത് 22 കൊല്ലം മക്ഡോവലിൽ ജോലി ചെയ്തു. എല്ലാം കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വരുന്ന 1990 30 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുന്നത്. എങ്ങനെ അതെന്തോ നിയോഗം, അതിന് മറുവശമുണ്ട്. ശരത്ത് വയലാർ എൻ്റെ മകനെ എഴുതാന്ന് പറയും. ഇങ്ങനെ പറയുന്നവരുണ്ട്. അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം തുടങ്ങി എന്നുള്ളൊരു അതും എല്ലാം അതല്ലോ. ആ സമയത്തുണ്ടായിരുന്നു വയലാർ മരിച്ചപ്പോൾ വയലാർ മദ്യപിച്ച് മരിച്ചു. വയലാറിൻ്റെ മകൻ മദ്യ കമ്പനിയിൽ നിന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ മദ്യ കമ്പനിയിലാണ് ജോലി ചെയ്തത്, മക്ഡോവൽ വീടിനടുത്തത്. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്തെങ്കിലും വന്നാൽ ഓടി വരാം. കാരണം ഞാനാണല്ലോ ഗൃഹനാഥൻ. 15 വയസ്സിലെ 20 വയസ്സിലെ ഗൃഹം. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് വരാം, വന്ന് നോക്കി പോവാം എന്നുള്ളൊരു സൗകര്യവും വരുമാനം പ്രധാനമായിരുന്നു. ഞങ്ങൾക്ക് 4 പേർ കൂടെ പഠിക്കാനുള്ളൊരു വരുമാനം അന്നില്ല. മലയാളികൾ ചെയ്തതാണ് നമ്മുടെ എപ്പോഴും വലിയ ഇന്നും അസറ്റ്. ഇന്ന് എനിക്ക് കൈ നീട്ടാൻ അഹങ്കാരമുള്ളത് ഞാൻ ആകെ അഹങ്കരിക്കുന്ന കാര്യത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം കൈ നീട്ടിയാലും കൈ നിറച്ച് പണം വരും. ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അതാണ് ഇത് നമ്മുടെ സ്വത്ത് ഇപ്പോഴും. അപ്പം അന്നങ്ങനെ അതുകൊണ്ടാണ് ജോലിക്ക് പോയത്. പക്ഷെ അതിനും ഈ പറഞ്ഞ പോലെ മറ്റൊരു തലം അതുണ്ടാവുമല്ലോ. അമ്മ പറ്റാലും 2 വർഷം എന്ന് പറഞ്ഞാൽ അമ്മയെ തലയിലും 2 വർഷം എന്നുള്ളൊരു അതൊക്കെ അന്ന് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പിന്നെ അത് മനസ്സിലായത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണല്ലോ. എത്ര അഭിപ്രായങ്ങൾ വരുമെന്നറിയാം ഓരോ കാര്യങ്ങളും. അപ്പോൾ അതിനകത്തൊക്കെ വളരെ പ്രസക്തമായ അഭിപ്രായങ്ങളുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ആ ചിന്തയാണ്. എത്ര ചിന്തകളാണ് കീറുന്നത്. മറ്റതില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ചിന്ത അല്ലെങ്കിൽ വീട്ടിലെ 2 പേരുടെ ചിന്ത അടിച്ച് അമർത്തപ്പെട്ട ഒരു കാലം. പക്ഷേ വയലാറൊക്കെ അവിടെ നിന്നും ഉയർത്തെഴുതി കയറും. അമ്മാവൻ്റെ കാലഘട്ടത്തിൽ നിന്ന് അച്ഛൻ്റെയൊക്കെ. അപ്പോൾ ആ സമയത്ത് അന്തരീക്ഷം ഉണ്ടായ വയലാർ മറ്റേ സമര സേനാനികളുടെ ക്യാമ്പിൻ്റെ സ്ഥലമായി. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു താതാത്മ്യം. വീട്ടിലനുഭവിക്കുന്ന ദുഃഖം നാട്ടുകാരനുഭവിക്കുന്ന ദുഃഖം 2 ഒന്നാണ് എന്ന് കോർത്തിണക്കാൻ തോന്നിയപ്പം അത് അതിലേക്ക് അങ്ങോട്ട് സമരസപ്പെടുക എന്ന് പറയില്ല. എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നുമില്ല. എനിക്ക് പ്രേമിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല എന്നതാണ്. പേടിയാണ്. കാര്യം ഞാൻ പ്രേമിച്ച് പ്രേമം എന്ന് പറഞ്ഞാൽ തെറ്റാണല്ലോ അന്ന് തെറ്റല്ലേ. അപ്പോൾ അന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അനിയത്തിമാരെ 3 പേരുടെ ജീവിതം പ്രശ്നമാകും, വയലാറിൻ്റെ ചിത്രപ്പേരാകും. അപ്പോൾ നല്ല സമയത്തൊക്കെ എനിക്ക് സൈക്കിൾ മാത്രമേ അറിയാവുള്ളൂ, അതും ലേഡി ബേർഡ് പഴയ. എനിക്ക് വലിയ സൈക്കിൾ കാര്യം അതിനുപോലും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു കൗമാരകാലമായിരുന്നു എൻ്റെ. ഈ വീണ് പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുന്നു പറഞ്ഞില്ലേ,
അങ്ങനെ കരയാനെ ചിരിക്കാൻ പഠിച്ചിട്ടില്ല, കൂടുതലും കരയാനേ അന്ന് ശീലമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളും എനിക്കില്ല. എൻ്റേതായ അനുഭവങ്ങളായിരുന്നു, അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് എനിക്കില്ലായിരുന്നു. പക്ഷേ പിന്നീടും വന്നത് ഇത് മുഴുവൻ ഇപ്പം നമ്മൾ എഴുതുന്ന, ഞാനിപ്പോഴും പറയുന്നത് അച്ഛൻ്റെ ഒരു സാന്നിധ്യം തന്നെ, അല്ലാണ്ട് എൻ്റെ ഒരു മിടുക്കൊന്നുമായിട്ട് ഞാനിപ്പോഴും കാണുന്നില്ല. അത് അച്ഛൻ്റെ ഒരു കവിതയിൽ തന്നെയുണ്ട്, ഒരു അപ്പം പറയുമായിരുന്നു വിടരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കവിതയിൽ സൂര്യകാന്തിയുടെ ആത്മകഥ എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അവസാനത്തെ വരി അതാണ്: അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ. അച്ഛന് പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകന് തരാം ഞാൻ. മുറിഞ്ഞ ഗാനം മുഴുമിക്കുക നീ, പറഞ്ഞു പോയൻ മൗനം. അപ്പം അങ്ങനൊരു കൊതി ഉണ്ടായിരുന്നു ഉള്ളിൽ, ഉണ്ടായിരുന്നിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ കൊതി പറഞ്ഞ വാക്കിനേക്കാൾ ഹേർഡ് എന്നാണ്, കേട്ട പാട്ടുകളേക്കാൾ നല്ല കേൾക്കാതെന്ന് പറഞ്ഞില്ലേ, പറഞ്ഞു തരുന്ന വാക്കിനേക്കാൾ ശക്തമായിരുന്നു ആ മൗനം. ചിലപ്പോൾ ആ മൗനത്തിൻ്റെ ശക്തിയായിരിക്കും വൈകിയാണെങ്കിലും ഇതിലത്തേക്ക് നമുക്ക് വരാൻ പറ്റിയത്. ഈ വിപ്ലവഗാനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് തന്നെ വൃത്തിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ പാട്ടെഴുത്തുകാരനെ നോക്കി കാണുന്നുണ്ട്. പക്ഷേ ഭക്തിഗാനത്തിനകത്ത് നല്ലൊരു തികഞ്ഞ ഭക്തനാണ്. ഒരു സാധാരണ നമ്മൾ നിർവചിക്കുന്ന ഒരു ഭക്തനേക്കാളൊക്കെ വളരെ മുകളിൽ. നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് തെറ്റിലിട്ടു. കൊളുത്തേണ്ടത് നെഞ്ചില്, അവിടെയല്ല. അത് ഇരുട്ടായിട്ട് എന്താ കാര്യം? ഗുരുസ്വാമി പറഞ്ഞിട്ടില്ലേ, ചുറ്റും വെട്ടമുണ്ടായിട്ട് എന്താ കാര്യം, മനസ്സിലിട്ടാണെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ കൊളുത്തേണ്ടത് അവിടെയാണ് എന്നുള്ളത്. അത് എന്തും, ഭക്തി മാത്രമല്ല, എന്തും, ഏത് ചിന്തയും ആദ്യമേ വേരുണ്ട് നമ്മളിൽ. അനുരാഗം കണ്ണിൽ മുളയ്ക്കും, ഹൃദയത്തിൽ വേരൊന്ന് നിൽക്കുന്ന ഭാസ്കരമായിട്ട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ തങ്കക്കിനാവിൽ തളർക്കും കല്യാണപ്പാന്ന്, അത് ലാസ്റ്റ് സ്റ്റേജാണ്. പക്ഷെ ആദ്യമേ വേരിട്ട് നനയ്ക്കണം. അതുപോലെ അച്ഛൻ്റെ ഒരു കാലഘട്ടം, അച്ഛനത് ഈ പറഞ്ഞ രണ്ട് തരവും എഴുതാൻ, രണ്ടെന്നല്ല ഏത് തരവും എഴുതും. കാര്യം എനിക്ക് ചുറ്റുമുള്ള സമൂഹം അങ്ങനെയാണ്, എല്ലാ തരക്കാരും ഉണ്ട്. അവരുടെ എല്ലാ മനോഭാവവും ഞാൻ മനസ്സിലാക്കണം. ഇപ്പോൾ സിനിമാ പാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വയലാർ ഭക്തനാണോ അല്ലയോ എന്നൊരു വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. വയലാർ എന്തിനോടും ഭക്തനാണ്. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള ഭക്തി മാത്രമല്ല, എന്തിനോടും ഉണ്ടല്ലോ ഒരു ഭക്തി. അത് എന്തിനോട്, വിപ്ലവത്തിനോടുണ്ട്. ഇപ്പോൾ ഈശ്വരൻ്റെ ചിന്തയിലാണെങ്കിൽ, കാര്യം അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ ജനിച്ചു വളർന്നതൊക്കെ. അതിനോട് അത് പറയുമ്പോഴും വേറെ തലത്തിലേ പറയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇപ്പം ഓടക്കുഴൽ ഞാൻ മേടിക്കും എന്നൊക്കെ പറയുന്നത്. ഗുരുവായൂരമ്പലങ്ങളിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും. അത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തത്വമസിയുടെ ഒരു ബേസിക്സ് സംഭവം. ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. എന്നെക്കൊണ്ട് നല്ല ജയിക്കുന്നതും എന്നെക്കൊണ്ട് അരുതാത്ത ജയിക്കുന്നത് നീ തന്നെ എന്ന് പറയുന്ന പോലെ അത് ആ ലെവലിൽ എന്തിനോടുള്ളൊരു എന്താ പറയുക, തല്ലുകയാണെങ്കിൽ അച്ഛനെയാണെങ്കിലും മര്യാദയ്ക്ക് തല്ലണം എന്ന് പറയുന്ന പോലെ തല്ലുന്നത് ഭക്തനാണെങ്കിൽ നല്ലൊരു ഭക്തനായിരിക്കും, നിരീശ്വരവാദിയാണെങ്കിൽ നല്ല നിരീശ്വരവാദിയായിരിക്കും. എല്ലാം ശരിയാണത്. ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു നമ്മൾ എപ്പോഴും സംസാരിക്കുന്നൊരു വരികളാണ്. ദാസാർ തന്നെ എപ്പോഴും പറയുന്ന വരികളാണ്. അത് ദാസാറിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷ്യമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതൊരു കവിക്കപ്പുറത്തേക്ക്, ഒരു കവിതയ്ക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു പാട്ടിനപ്പുറത്തേക്ക് ഒരു ആശയത്തെ ഒരാൾ അങ്ങനെ കൊണ്ട് നടക്കണമെങ്കിൽ അത് ഉള്ളിൽ പോയി വീണിട്ടുണ്ടാവണം. ദാസാറിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ കൊടുക്കാൻ കഴിയാന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ്റെ പ്രധാനപ്പെട്ട ഒരു പാട്ടായിട്ട്. ഇല്ല, അത് മാത്രമല്ല, ഇപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ കവിതയ്ക്ക് എന്ത് നഷ്ടപ്പെട്ടോ അത് സിനിമാ ലോകത്തിന് കിട്ടിയെന്ന് NV കൃഷ്ണവാര്യർ അച്ഛൻ്റെ പുസ്തകത്തിൻ്റെ അവതാരികയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കവി എന്ന് പറയുന്നത് കാലാതീതമായിട്ട് നിൽക്കുന്നയാളാണ്. ഒരു സിനിമാ ഗാനരചയിതാവ് അങ്ങനെ ആൾ നിർബന്ധമില്ല. കാര്യം സിറ്റുവേഷന് വേണ്ടി എഴുതുന്നയാളാണ്. പക്ഷേ അതിനകത്ത് ജീവിതത്തിന് മുഹൂർത്തം എങ്ങനെ പെടുത്താം എന്ന് വയലാർ പല സിനിമയിലും പല പാട്ടുകളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ വിട്ടും ആ പാട്ടിന് എക്സിസ്റ്റൻസ്. വയലാർ മാത്രമല്ല, ആ ഒരു കാലത്തുണ്ട് ഒത്തിരി ഉണ്ട്. ഇപ്പം ഹൃദയം ദേവാലയം ബിജു തിരുമലയുടെ ഏത് കാലത്ത് നമുക്ക് പറയാം, ആ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുമില്ല. തെരുവുഗീതം, ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ട് ഇവിടെ, മേൽശാന്തി ഇല്ലാതെ മന്ത്രങ്ങൾ ചൊല്ലാതെ. അല്ല, നമ്മൾ ഓരോരുത്തരെ പറ്റി പറഞ്ഞത് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. നിൻപദ ചുംബന മുദ്രകളടിയും. ഇന്ന് 13 അദ്ദേഹം മരിച്ചാണ്, ഫെബ്രുവരി 13 ദിവസമാണ്. നിൻപദ ചുംബന മുദ്രകളടിയും മൺതരിയായെങ്കിൽ എന്നൊക്കെ പറയുന്നൊരു സങ്കല്പം എന്തോ നോർത്ത് നോക്ക്. എന്ത് വിനീതനായല്ലേ സൗന്ദര്യത്തിന് മുമ്പിൽ കാമുകൻ. പക്ഷേ വയലാർ വേറെ രണ്ട് തലത്തിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ സുകുമാര കലകൾ സ്വർണം പൊതിയും ഭഗവതി വിഗ്രഹമേ, നിൻ്റെ പുറങ്കാൽ മൂടും
മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പൂ, ലഹരിയുടെ പൂക്കളാണ്. അതിനകത്ത് പറയാനുണ്ട്, കന്ദർപ്പൻ കൊണ്ടുവന്ന് നടക്കി വെച്ചു, കാമദേവൻ കൊണ്ട് നടക്കി വെച്ചു വന്ന്, അതോ യുദ്ധതന്ത്രത്താൽ നീ അത് പിടിച്ചെടുത്തു. കാമദേവനാണല്ലോ സൗന്ദര്യത്തിൻ്റെ എല്ലാത്തിൻ്റെ ആള്. അയാൾ കൊണ്ട് നിൻ്റെ മുമ്പിൽ, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ മുമ്പ് അയാൾ കൊണ്ട് നടക്കി വെച്ചു, അതോ നീ അയാളോട്ട് യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിച്ചിട്ട് പിടിച്ച് മിഴികൾക്കുള്ളിലെ പൊയ്കയിൽ നീന്തമീ കൊടിയടയാളങ്ങൾ. മത്സ്യമാണ് കാമദേവൻ്റെ, അതെനിക്ക് വേണം. അതാ പറഞ്ഞു, അവിടെയാണ് ഒരു കാമുകൻ്റെ ധിക്കാരെന്ന് പറയാൻ പറ്റില്ല, അതൊരു കോൺഫിഡൻസാണ്. കാമദേവനെ തോൽപ്പിച്ച് നീ നേടിയെടുത്ത നിൻ്റെ കണ്ണിലെ മീനാണല്ലോ അദ്ദേഹത്തിന് കൊടിയടയാളം. കണ്ണിൽ മീൻ ഓടുന്നവളാണ്, അതെനിക്ക് വേണം എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് മറിച്ചുകൊണ്ട് ആലസ്യമൊക്കെ ഉണ്ട്. സൂര്യകാന്തൊക്കെ പടവിൽ ആര്യപുത്രൻ്റെ നിൻ്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കൂ, സ്വയം പ്രഭേസന്ധി കിടക്കുകയാണ്. ശൃംഗാരകാവ്യ കടാക്ഷങ്ങൾ കൊണ്ട് നീ, അവൻ്റെ നോട്ടം ശ്രീമംഗലയായി, പൂക്കളുടെ മണമേറ്റ് പുരുഷൻ്റെ ചൂടേറ്റ് പൂണാരമണിയാറായി കാറ്റ്. അപ്പം അങ്ങനെ കിടക്കുക. അപ്പോഴാണ് ലൈറ്റ്, കാറ്റ്, കടലേ കയ്യെത്തുമെങ്കിൽ ആ കൽവിളക്കും തിരിത്താഴ്ത്ത് എനിക്ക് കഴിയും എന്ന് പറയുന്ന ഒരു ആലസ്യമുണ്ട്. മറ്റതുകൊണ്ട് കാര്യം അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധിയാണ് ഞാൻ. ആ സമൂഹത്തിലെ മനുഷ്യകുലത്തിലെ ഒരു പ്രതിനിധിയാണ് ഞാൻ. അതാണ് എനിക്ക് മരണമില്ല വെച്ചാൽ വയലാറിന് മരണമില്ല, അല്ല, മനുഷ്യന് മരണമില്ല. അതതിൻ്റെ കാര്യം. മനുഷ്യത്വം അവിടെയാണ് ഈ മനുഷ്യ മതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഇത് വരുന്നത്. അവനെവിടെ ചീത്തയായി തുടങ്ങുന്നു, ഇപ്പോഴും നടക്കുകയല്ലേ. ദൈവം തെരുവിൽ മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പ്രത്യക്ഷമായിട്ട്. ഇനി അങ്ങനെ ഒരു കാലങ്ങൾ വരുമോ, ചെകുത്താൻ ചിരിക്കുന്ന ഒരു കാലം. പക്ഷെ അതിൻ്റെ ബാക്കി എഴുതിയിട്ടുണ്ട്, അത് ആയില്ല. ഞാനത് മനോരമയിലൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ഞാൻ പൂരിപ്പിച്ചതൊക്കെ. ആദ്യം എഴുതി, അപ്പം പടമൊന്നും ഇറങ്ങിയില്ല, അത് തുടക്കത്തിലേ അതങ്ങ് പോയി. മനുഷ്യൻ ജയിച്ചു, മതങ്ങൾ തോറ്റു, മഹാപ്രപഞ്ചം കണ്ട് ചിരിച്ചു. മനുഷ്യൻ ജയിച്ചു, മതങ്ങൾ തോറ്റു. അങ്ങനെ ഒരു പിന്നെ നമ്മൾ പറയില്ലേ, ഒരു പ്രോഫസി. ഇതും അങ്ങനെയാണല്ലോ. 72 എഴുതുമ്പം 71 എഴുതുമ്പം ഇപ്പോഴും നടക്കുന്നു, ഇത്രയും കൊല്ലം കഴിഞ്ഞു. ഇതും അത് തന്നെ. എഴുതി കഴിഞ്ഞപ്പോൾ ഒരു സംശയം, ഇവിടെ അതവിടെ വെച്ചു എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കയറി എഴുതി, മനുഷ്യൻ തോറ്റു, മതങ്ങൾ ജയിച്ചു, മഹാപ്രപഞ്ചം കണ്ടു കരഞ്ഞു. അപ്പോൾ മനുഷ്യത്വത്തോടുള്ളൊരു വിശ്വാസമുണ്ടല്ലോ, അത് വളരെ 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 കൂടുതൽ. അതുകൊണ്ടാണ് എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരെ അവർക്ക് വേണ്ടി. ഇപ്പം മറ്റേ പാട്ടുണ്ടല്ലോ, മനസ്സിൻ്റെ ചെപ്പിൽ നിന്നും അഴുതയിൽ നിന്നും ഞങ്ങൾ കനകവും പവിഴവും പെറുക്കി. നമ്മൾ കല്ലിടം കൊന്നിക്കൊണ്ട് എറിയുമല്ലോ, മഹിഷിയെ കൊന്ന സ്ഥലമാണ്. ചുമ്മാ അവിടെ ഒരു യുദ്ധം നടന്നു, മഹിഷി അയ്യപ്പൻ തോപ്പിച്ചു, അയ്യപ്പനെടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. പുറകെ അതിൻ്റെ ഓർമ്മയ്ക്ക് തന്നെ എല്ലാവരും ചിലരും എന്തിനാണ് കല്ലെറിയുന്നത് ഇത്ര. പക്ഷെ മനസ്സിൻ്റെ ചെപ്പിൽ നിന്ന് ആദ്യത്തെ കല്ലെടുക്കണം. കല്ലല്ല, അത് പവിഴവും കലവും. നമ്മളിലെ മഹിഷി എന്നുള്ള എന്തെങ്കിലും എലമെൻറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ അതിനെ കളയാണ്. അതാണ് ഭക്തി വ്രതം എടുത്ത് പോകുമ്പം അവിടെ ഉള്ളത് കനകവും പവിഴവും, വെറും കരിങ്കലല്ല എന്ന് പറയുന്ന ഭക്തിയുടെ വളരെ ഡീപ്പായിട്ടുള്ളൊരു തലമുണ്ടല്ലോ. അത് ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടായി. തിരിച്ചറിവാണ്, ചുറ്റുമുള്ളവനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഒരു ഭക്തിഗാനം എഴുതുമ്പോൾ ഒരു നല്ലൊരു ഭക്തനെ ഓർത്താൽ നല്ല ഭക്തന്. അതേപോലെ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാനൊക്കെ ഒരു പരിധി വരെയൊക്കെ എനിക്ക് പറ്റിയിട്ടുള്ളൂ. പലതരത്തിലുള്ള ഡീകൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാമായണത്തിനെയും ഉള്ളിൽ പോയിട്ട് ഫിലോസഫിക്കലായിട്ട് പുതിയ കാലഘട്ടത്തിൻ്റെ വായന, ഇപ്പോൾ രാവണപുത്രിയും താടക എന്ന രാജകുമാരിയും ഒക്കെ വായിക്കുന്ന സമയത്ത് നമ്മളും ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലേ, ആ പെണ്ണിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലേ എന്ന് പഠിക്കാൻ. അത് അച്ഛനൊക്കെ എനിക്ക് പറഞ്ഞതുകൊണ്ട് യക്ഷി എന്നുള്ള സങ്കല്പം, യക്ഷി ഒരിക്കലും ഒരു ക്രൂരയോ, യക്ഷി സുന്ദരിയാണ് ശരിക്കും. ഗന്ധർവൻ്റെ കാമുകി എന്ന് പറയും, അല്ലെങ്കിൽ ഗന്ധർവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ആ സൗന്ദര്യമാണ് കുടുംബത്തിൻ്റെ ചോര ഒളിപ്പിക്കുന്നത്. പണ്ടുകാലത്ത് കറണ്ടും ഇല്ല, വിളക്ക് മാത്രമേ ഉള്ളൂ. സന്ധ്യ കഴിഞ്ഞ് പല വഴിക്കും പോകുന്ന വിടന്മാരുടെ ഉള്ളവരും നല്ലവരുണ്ട് കേട്ടോ. അവർ പോകുന്ന വഴിക്ക് ഒരുങ്ങി നിൽക്കുന്ന മിടുക്കികളുണ്ട്. വെള്ളസാരി, കരിയിരുട്ടല്ലേ, വെള്ളസാരി ഉടുത്താലേ കാണുള്ളൂ. നല്ല പൊട്ടോക്ക് തൊട്ട് നിൽക്കും, വിളിക്കും. ഇപ്പോൾ വൃശ്ചിക പെണ്ണെ, വേളിപ്പെണ്ണെ, വെറ്റിലപ്പാക്കുണ്ടോ, വെറ്റില ചെല്ലാണെന്നത്തെ ലഹരി, വേറൊന്നുമില്ല. കൊയ് ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ വെറുതെ കിട്ടിയതല്ലേ, പരശുരാമൻ നേടി കൊടുത്തതാണല്ലോ, ഒന്നും അധ്വാനം ഉണ്ടാക്കിയതല്ലോ. എഴുതി കൊടുക്കും, 20 ഏക്കർ 40 ഏക്കർ. ഇങ്ങനെ 10 തവണ പോയി വരുമ്പോഴത്തേക്ക് കുടുംബത്തിൻ്റെ ചോര കുടിക്കുന്നവളാണ് യക്ഷി. പക്ഷെ അവൾ സുന്ദരിയായിരിക്കും, അവൾക്കേ പറ്റുള്ളൂ ഒരാളെ പാട്ടിലാക്കാൻ. നമ്മൾ പറഞ്ഞ മറ്റേ മുടി കൊഴിഞ്ഞോളും, അവൾക്കൊന്നും ഒരാളെ പാട്ടിലാക്കാനൊന്നും പറ്റുന്നതല്ല. സുന്ദരിയാണ് യക്ഷി. അപ്പോൾ താടക സുന്ദരിയായിരുന്നു, അതിമനോഹരിയായിരുന്നാണ്. രാമന് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം, അല്പമെങ്കിലും
പൗരുഷമുള്ള ഒരുത്തിനാണെങ്കിൽ ഒരു സൗന്ദര്യത്തെ കണ്ടു കഴിഞ്ഞാൽ പ്രണയത്തിൽ പിന്നെ അവനെന്തിനു കൊടുക്കണം. വയലാർ പറയുന്ന ഇടറി. പിന്നെ അല്ലാതെ അല്ല സ്വാഭാവികമല്ലേ, എനിക്ക് തോന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ആൾക്കാരോട് എന്ത് തോന്നുന്നു തോന്നാൻ പാടില്ല എന്ന വ്യാകരണമില്ലാത്ത സ്നേഹമാണല്ലോ പ്രണയം. അതെ, അല്ലേ? ഒരു വ്യാകരണമില്ല. 1+1 2 എന്നൊരു കണക്കുമില്ല, വ്യാകരണമില്ലാത്ത. അത് ആർക്ക് എന്ത് വേണമെങ്കിലും ഏത് ഭാഷയിലും നമുക്ക് എഴുതിച്ചാൽ